പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാം, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മൾ ഓട്സ് വെച്ചാണ് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഓട്സ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹോൾ ഓട്സ് തന്നെ എടുക്കുക കേട്ടോ. ഹോൾ ഓട്സിലാണ് ധാരാളമായിട്ട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഓട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ഓട്സ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2 മിനിറ്റ് ഈ ഓട്സ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓട്സ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓട്സ് ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബദാമാണ്. ഒന്നെങ്കിൽ നമ്മൾ ബദാം എടുക്കുക, അല്ലെങ്കിൽ കടല എടുക്കുക, അല്ലെങ്കിൽ കാഷ്യൂനട്ട് എടുക്കുക കേട്ടോ. ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ബദാം ആണെങ്കിലും കടലയാണെങ്കിലും ഒക്കെ നമ്മൾ വറുത്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറുത്തിട്ടുള്ള ബദാമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബദാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. നമ്മളിതിൽ വെള്ളമോ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ബദാം മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈങ് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കുക, അല്ലെങ്കിൽ ബട്ടർ എടുക്കുക കേട്ടോ. ഏതെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് എർഷീസിൻ്റെ നാച്ചുറൽ കൊക്കോ പൗഡർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കൊക്കോ പൗഡറും അതുപോലെ ബദാമിൻ്റെ പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കില്ല, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറും ഈ ഒരു ബദാമിൻ്റെ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് 1/4 കപ്പ് അളവിൽ ഇട്ട് കൊടുത്താലും മതി. നമുക്ക് മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് ആയിട്ട് അത് കുക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന ടൈം. അപ്പോൾ അതെല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേൻ ചേർത്ത് കൊടുക്കുകയാണ്. തേൻ നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കുക. മധുരം കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള രീതിയിലൊന്ന് തണുത്തിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതിന് കുറേശ്ശായിട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കീസിൻ്റെ ഷേപ്പിലായിട്ട് ആക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ എക്സ്ട്രാ നെയ്യോ എണ്ണ ഒന്നും കയ്യിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് എടുത്തിട്ട് കയ്യിൽ ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിട്ടത്. പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതാ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കൊരു ഹെൽത്തി കുക്കീസൊക്കെ ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. മക്കൾക്ക് ടിഫിൻ ബോക്സിൽ സ്നാക്സിനൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തിടാം. അല്ലെങ്കിൽ വൈകുന്നേരം അവർ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലെ 1-2 കുക്കീസും അതുപോലെ ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.